വടക്കൻ മൈനാഗപ്പള്ളി നവോദയ ഗ്രന്ഥശാല വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ആദരവ്, അനുമോദനം, സാംസ്കാരിക സമ്മേളനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. വടക്കൻ മൈനാഗപ്പള്ളി നവോദയ ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും നടന്നു. കലാപരിപാടികൾ, ആദരവ്, അനുമോദനം, സമ്മാനദാനം, നറുക്കെടുപ്പ്, നൃത്തസന്ധ്യ, സാംസ്കാരിക സമ്മേളനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാലകളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒട്ടനവധി പ്രതിഭകളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അറിയപ്പെടുന്ന എഴുത്തുകാർ, അതോടൊപ്പം തന്നെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ, നോവലിസ്റ്റുകൾ, കവികൾ, നാടകകൃത്തുക്കൾ, ഇവരൊക്കെ തന്നെ ആ മേഖലയിൽ അവരുടെ കഴിവ് തെളിയിച്ചതും ആ മേഖലയിൽ അവർക്ക് വളർന്നു വരാനും അവസരമൊരുക്കിയത് അവരുടെയൊക്കെ നാട്ടിലുള്ള ചെറുതും വലുതുമായ ഗ്രന്ഥശാലകളിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ ആ പുസ്തകം വായിച്ച് ലഭിച്ച അറിവും ജ്ഞാനവും കൊണ്ടാണ് അവർ ആ മേഖലയിൽ വളർന്നു വന്നത്. നവോദയ ഗ്രന്ഥശാല പ്രസിഡന്റ് കെ.പി. അൻസാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജി. അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിലസ് കല്ലേലി ഭാഗം ആദരവ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പി. ശ്യാമളയമ്മ അനുമോദനം നിർവഹിച്ചു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ സമ്മാന കൂപ്പൺ നറുക്കെടുത്തു. രാഷ്ട്രീയത്തിനതീതമായി ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഈ കാലയളവിൽ നവോദയ ഗ്രന്ഥശാലയ്ക്ക് സാധിക്കുന്നത് നമ്മുടെ നാടിനെ വളരെ അഭിമാനകരമാണ്. തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ എത്തിച്ചേർന്ന് നിരവധി കാര്യങ്ങളോട് പറഞ്ഞു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികല സമ്മാനദാനം നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി മദനമോഹനൻ നാടക കലാകാരന്മാരെ ആദരിച്ചു. വാർഡംഗങ്ങളായ PM സെയ്ദ്, മനാഫ് മൈനാഗപ്പള്ളി, ജലജ രാജേന്ദ്രൻ, K. ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.